വെൽക്കം ബാക്ക്. ബീഫ് കഴിക്കുന്നത് നല്ലതാണോ? ബീഫ് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുമോ? ടേസ്റ്റി ഫുഡ് എന്നതിനേക്കാൾ ഉപരി ബീഫിന് മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. മലയാളികളിൽ ഏറെ പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ബീഫ്. ബീഫിനെ റെഡ് മീറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കട്ട് ചെയ്ത് വെച്ച ബീഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊരു റെഡ് കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള ഇറച്ചി റെഡ് മീറ്റ് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ റെഡ് മീറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഇവിടെ വേറെ അവൈലബിൾ ആയിട്ടുള്ളത് പന്നിയിറച്ചി, ആട്ടിറച്ചിയൊക്കെയാണ്. ഇപ്പൊ ഒരു 100 ഗ്രാം ബീഫ് എടുത്താൽ അതിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ശ്രദ്ധിക്കുക, അതിനകത്ത് പ്രോട്ടീൻസ് ഏകദേശം 20 ഗ്രാംസിന് അടുപ്പിച്ച് വരുന്നുണ്ട്. അത്രയും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ, ബീഫിലുള്ള ഈ പ്രോട്ടീൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന് പറയും. അതായത് നമുക്ക് ഫുഡിലൂടെ ലഭിക്കേണ്ട എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ബീഫ്. ഈ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലെ മസിൽസിന്റെ ഗ്രോത്തിനും മെയിൻ്റനൻസിനും ഒക്കെ വളരെ ആവശ്യമുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ധാരാളം പ്രോട്ടീൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻസ് അല്ലാതെ വൈറ്റമിൻ B12, നിയാസിൻ പോലുള്ള വൈറ്റമിൻസ്, അതുകൂടാതെ മിനറൽസ് ആയിട്ടുള്ള സെലീനിയം, സിങ്ക്, ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനറൽസ് ആണ്. അതൊക്കെ ഈ ബീഫ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും. ഇനി അയണിന്റെ എമൗണ്ട് നോക്കുക, ഏതാണ്ട് 12% അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പം അനീമിക് ആയിട്ട് വിളർച്ചയുള്ള ആൾക്കാർ ബീഫ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് അയൺ ആവശ്യത്തിന് ലഭ്യമാക്കുന്ന ഒരു ഫുഡാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് നോക്കുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പൊ ഈ ഫാറ്റ് കണ്ടന്റ് ഡയറക്ട്ലി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഫാറ്റ് അല്ല. പക്ഷെ ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL ഇത് കൂടുന്നതിന് കാരണമാകുന്ന ഒരു ഫാറ്റ് ആണ് ബീഫിൽ അടങ്ങിയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്. നമ്മുടെ നാട്ടില് പുല്ല് മേഞ്ഞ് വളരുന്ന കാലികളുണ്ടല്ലോ. അപ്പൊ ഈ പുല്ല് ഭക്ഷിച്ച് വളരുന്ന കാലികളുടെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈ ട്രാൻസ് ഫാറ്റിന്റെ എമൗണ്ട് കുറവായിരിക്കും. വളരെ ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. അപ്പൊ ഇത് കുറവും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ചെറിയൊരു ലെവലിൽ കൂടുതലായിട്ടുമാണ് കാണുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇറച്ചി എന്ന് പറയുന്നത് ഈ പുല്ല് മേഞ്ഞ് വളരുന്ന കാലികളുടെ ഇറച്ചിയാണ്. ഇത്രയൊക്കെ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉള്ളൊരു ഫുഡാണ് ബീഫ് എന്ന് പറയുന്നത്. പക്ഷേ സമീപകാലത്തായിട്ട് ഒരുപാട് സ്റ്റഡീസിൽ ബീഫ് മനുഷ്യരിൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റിയിട്ട് കുറെ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മൾ ഓവറായിട്ട് ബോധേഡ് ആയിട്ട് ബീഫ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റഡീസ് ഒക്കെയും ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആണ്. അതായത് ബീഫ് കഴിക്കുന്നവർക്ക് ഇത് ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് ഇന്ന അസുഖത്തിന്റെ കാരണം ബീഫ് ആണെന്ന് ഒരു സ്റ്റഡീസിലും പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് ഈ സ്റ്റഡീസ് ഒക്കെയും പറയുന്നത് ഈ അസുഖങ്ങളുമായിട്ട് ബീഫ് കഴിക്കുന്നവർക്ക് ഒരു അസോസിയേഷൻ, ഒരു ബന്ധമുണ്ട്. അതായത് തിരിച്ചാണ് ആ സ്റ്റഡി നടത്തിയിരിക്കുന്നത്. ഇന്ന അസുഖം വന്ന ആള് ബീഫ് കഴിച്ചിട്ടുണ്ട്. അപ്പോ ഈ റെഡ് മീറ്റ് മാറ്റിയിട്ട് മറ്റ് പ്രോട്ടീൻസ് റീപ്ലേസ് ചെയ്തത് മുട്ട പോലുള്ള ആഹാരങ്ങൾ കൊടുത്ത സമയത്ത് കമ്പാരറ്റീവ്ലി അത് കഴിച്ച ആൾക്കാരിൽ ഈ അസുഖങ്ങൾ ഉണ്ടാകുന്ന കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ കറക്റ്റായിട്ട് ബീഫ് കഴിച്ചത് കൊണ്ട് മാത്രമാണ് ഈ അസുഖം വന്നതെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. ഈ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ബീഫ് കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹാർട്ട് ഡിസീസ് തന്നെയാണ്. പക്ഷെ ഹാർട്ട് ഡിസീസിന് നമ്മൾ പറഞ്ഞു ഒരു ഡയറക്റ്റ് കണക്ഷൻ അല്ല വരുന്നത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ എമൗണ്ട് കൂട്ടിയിട്ട് അത് രക്തക്കുഴലുകളെ അടിഞ്ഞുകൂടിയിട്ട് അങ്ങനെ ഹാർട്ട് ഡിസീസ് വരാനാണ് ചാൻസ്. അപ്പൊ അത് ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലിലാണ് അടിഞ്ഞുകൂടുന്നതെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അമിതവണ്ണം, ഓവർ വെയ്റ്റ്. ഇപ്പൊ റീസെന്റ് സ്റ്റഡീസിൽ ടൈപ്പ് 2 പ്രമേഹവുമായിട്ടും ഈ ബീഫിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് റിലേഷൻ പ്രൂവ് ചെയ്തിട്ടില്ല. ഈ ബീഫ് കഴിച്ചവരിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാനുള്ള സാധ്യത, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവര് ബീഫ് കഴിച്ചവരാണ് കൂടുതൽ. അങ്ങനെയാണ് ആ സ്റ്റഡീസ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ന്യൂട്രിയൻസിന്റെ ലിസ്റ്റിൽ നിങ്ങൾ അയണിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ, ബീഫ് കഴിക്കുന്ന സമയത്ത് അയൺ ഓവർലോഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ അയൺ ഓവർലോഡ് വഴി ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്, ബ്രെയിനിന്, ലിവറിനൊക്കെ കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ ബീഫ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചില ടോക്സിൻസ്, അരോമാറ്റിക് അമൈൻസ്, നൈട്രസ് അമൈൻസ് പോലുള്ള ടോക്സിൻസ് റിലീസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഓവറായിട്ട് കുക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വരട്ടി കഴിക്കുന്ന സമയത്തൊക്കെ, ഗ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ടോക്സിൻസ് അമിതമായിട്ട് റിലീസ് ആവും. അപ്പൊ ആ ടോക്സിൻസിന്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് അതിന്റെ ഒരു രുചി മണവും നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പൊ ഈ ടോക്സിൻസ് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാം.
പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കടുക്, വെളുത്തുള്ളി, കുരുമുളക് ഇത് അധികമായി ചേർത്ത് വെള്ളത്തിൽ സാധാ വേവിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ടോക്സിസിറ്റി കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പുതിയ തരം ഭക്ഷണ രീതികളിൽ ഇതുപോലെ മീറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ അത് ഒരുപാട് നേരം ഇങ്ങനെ മീറ്റ് ഒരുപാട് നേരം കുക്ക് ചെയ്ത് ഇങ്ങനെ ഉരുക്കി നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്തുള്ള ഫാറ്റ് ഉരുകിപ്പോയി കഴിഞ്ഞു എന്നാണ്. പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് അതാണ്, ഈ ടോക്സിൻസ് അവിടെ റിലീസ് ആവുകയാണ്. ഓവറായിട്ട് കുക്ക് ചെയ്യുന്ന വഴി ടോക്സിൻസ് ഓവറായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഫുഡിനോട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള രീതിയല്ല. അത് കൂടുതൽ ദോഷമേ ചെയ്യുള്ളൂ. പിന്നെ പ്രോസസ്ഡ് മീറ്റ്, അതായത് സോൾട്ട് അധികമായിട്ട് ചേർന്ന് വരുന്ന പ്രോസസ്ഡ് മീറ്റ് വരുമ്പോഴും ഇതുപോലെ BP പോലുള്ള കംപ്ലൈന്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഹെൽത്ത് ഇഷ്യൂ ബീഫ് ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് അലർജിയാണ്. ഇപ്പോൾ ബീഫ് കഴിക്കുന്ന കാരണം അലർജി ഉണ്ടാകുന്നവരുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സോ ബീഫ് ഒരു അപകടകരമായ ഫുഡാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കില്ല. എന്നാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്തായാലും. അതുകൊണ്ട് നിങ്ങളുടെ ആഹാരക്രമത്തിൽ നിന്ന് ബീഫിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. അത് എങ്ങനെ കുക്ക് ചെയ്യുന്നു, അതുപോലെ എത്ര എമൗണ്ട് കഴിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ അതിനെ ഓവർ കുക്ക് ചെയ്യുന്നത് ഒഴിവാക്കി, ഓയിൽ കണ്ടന്റ് ഒക്കെ കുറച്ച്, അതുപോലെ പ്രോസസ്ഡ് മീറ്റ് ഒക്കെ ഒഴിവാക്കി നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സോ ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു ഓൾ.